ഹേ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു ചാമിങ് നമസ്കാരം. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് ഞാനൊരു അടിപൊളി ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ്. ആസ് ഫാർ ആസ് എ ഷെഫ് ഇസ് കൺസേൺഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ഞാനൊരു ഷെഫ് ആസ് വെൽ ആസ് ഒരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. സോ ഞാൻ പുതിയ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരാളാണ്. ആസ് എ ഷെഫ് ഞാൻ പോയി കിച്ചണൊക്കെ സെറ്റ് ചെയ്യും, പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എനിക്ക് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ഷെഫ്സിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. അത് മാത്രമല്ല, ഇഫ് യു ആർ ആൻ ആസ്പയറിങ് ഷെഫ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ കുക്കിങ്ങിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണിത്. അപ്പം ഞാനത് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഐ നോ യു ആർ എക്സൈറ്റഡ്. ഞാനൊരു അടിപൊളി ഒരു സംഗതി അൺബോക്സ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് സീ വാട്ട് വി ഹാവ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം വേണ്ട ഇതാണ്. അപ്പോൾ ഗൈസ്, ഇത് 24/7 ഇമോളിൻ്റെ ഒരു 8 പീസ് ഡമാസ്കസ് നൈഫ് സെറ്റ് വിത്ത് ലേസർ പാറ്റേൺ ഇമ്പീരിയൽ കളക്ഷൻ ഷെഫ്സ് നൈഫാണ്. അപ്പോൾ ഈ കളക്ഷനിൽ ഒരു 8 ഇഞ്ചിൻ്റെ ഷെഫ് നൈഫ്, 7 ഇഞ്ചിൻ്റെ ക്ലീവർ നൈഫ്, ഒരു 8 ഇഞ്ചിൻ്റെ കാർവിങ് നൈഫ്, ഒരു 8 ഇഞ്ചിൻ്റെ ബ്രെഡ് നൈഫ്, ഒരു 7ഉം 5ഉം ഇഞ്ചിൻ്റെ സാന്തോക്കു നൈഫും, ഒരു 6 ഇഞ്ചിൻ്റെ ബോണിങ് നൈഫും, പിന്നെ ഒരു 3.5 ഇഞ്ചിൻ്റെ ഒരു പെയറിങ് നൈഫും കൂടിയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഓക്കെ, ചെക്ക് ദിസ് ഔട്ട്. 8 നൈഫ്സിൻ്റെ ഒരു കിറ്റാണ് ഇത്. ഞാൻ ഒരുപാട് കാലങ്ങൾ കൂടിയിട്ട് ഒരുപാട് ആലോചിച്ച് സെലക്ട് ചെയ്തെടുത്ത ഒരു നൈഫ് കിറ്റാണ്. സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു ചെറിയ പാറ്റേൺ കാണാം. ഈ ഒരു ചെറിയൊരു പാറ്റേൺ കാണുന്നില്ലേ? നൈഫിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ 1, ഇതൊരു ഡമാസ്കസ് സ്റ്റൈൽ നൈഫാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ മെറ്റലർജിയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ വരാൻ കുറേ കാരണങ്ങളുണ്ട്. അതിന് കാരണം ഈ മെറ്റലിൻ്റെ കുറേ പീസസ് വെച്ചിട്ട് അതിനെ പിന്നെ ഹാമർ ചെയ്ത് മാലറ്റ് ചെയ്തിട്ടാണ് ഇതിനെ ഈ ഷേപ്പിലോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേർഡിനെസ്, ഇതിൻ്റെ സ്ട്രെങ്ത്ത് നന്നായിട്ട് കൂടും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് അതിൻ്റെ ബാലൻസ്, ഒരു നൈഫിൻ്റെ ബാലൻസ് ആണത്. അപ്പോൾ ഇവിടെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ വെയ്റ്റിൻ്റെയും പിന്നെ ആ കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ഭയങ്കര ക്രിട്ടിക്കലാണ് നൈഫ് മേക്കിങ്ങിൽ. ഇതിൻ്റെ ഷാർപ്നെസ് കാണിക്കാൻ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഞാൻ വേറെ ടെസ്റ്റുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷേ ഞാൻ സാധാരണ ഒരു നൈഫിൻ്റെ ഷാർപ്നെസ് ചെക്ക് ചെയ്യുന്നത് ടൊമാറ്റോ ടെസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഒരു കൈ കൊണ്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഷാർപ്നെസ്സിൻ്റെ ഒരു ചെറിയൊരു ഹിൻറ്റ് കാണിച്ചു തരാം. ഇത്രയും സോഫ്റ്റായിട്ട്, ഇത്രയും ആലോചിക്കും, ഇത്ര ഫൈനായിട്ട് കട്ടായി വരും. ആൻഡ് അത്ര ഷാർപ്പാണ്, ജസ്റ്റ് അത്ര ഷാർപ്പാണ് ഈ നൈഫ്. അപ്പോൾ അതൊന്ന് ഷാർപ്നെസ് ഫോർ ഷുവർ, ഡെഫിനറ്റ്ലി. പിന്നെ അതിൻ്റെ ഒരു എയറോഡൈനാമിക്സ് ഉണ്ട്, അതിൻ്റെ ഒരു മോഷൻ കൺട്രോളിങ്ങും, പിന്നെ അത് പിടിക്കാനുള്ള ഹാൻഡ് റെസ്റ്റ്. അപ്പം നമ്മൾ കുറേ വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ഷെഫ്സുമാരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല ഏരിയാസിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിൽ ഒന്ന് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഐ വിൽ ബി ഗ്ലാഡ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നൈഫ് സ്കിൽസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, കട്ടിങ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ, എന്തുകൊണ്ട്, എന്ത് നൈഫ് യൂസ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ. അപ്പം ഞാൻ കമൻറ്റിൽ പറയാം, ഞാൻ അതനുസരിച്ച് വീഡിയോസ് ഉണ്ടാക്കാം. ഇപ്പോഴത്തെ സമയത്ത് നൈഫ് കട്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇപ്പം പണ്ടത്തെ മാതിരിയല്ല. പണ്ട് എല്ലാവരും ജസ്റ്റ് പോയി റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം
ഗെയിം മാറി. എവറിബഡി ഫസ്റ്റ് തിങ് വാട്ട് ദേ ഡു ഇസ് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ എടുക്കുക. അപ്പോൾ പ്ലേറ്റിങ് അങ്ങനെയുള്ള എലിമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ക്രിട്ടിക്കലായി, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ. അപ്പോൾ അത് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അതിന് ഗാർണിഷും അതിൻ്റെ ലുക്കും ബ്യൂട്ടിയും എല്ലാം ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ടൂൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇത് അതിൻ്റെ മെയിൻ നൈഫാണ്. ഇതൊരു 8 ഇഞ്ച് ഷെഫ്സ് നൈഫാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ ഷെഫ്സ് നൈഫിൻ്റെ ഒരു ഫ്ലോ കണ്ടില്ലേ, ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്. പിന്നെ ബാക്കിയുള്ള നൈഫ്സിനെയും കൂടി നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ഇതിങ്ങനെ സേഫായിട്ട് നമുക്ക് വെക്കാം. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ഷെഫ് നൈഫിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ഇനിയൊരു നൈഫാണ്. ഇത് ബേസിക്കലി നിങ്ങൾക്ക് കണ്ടറിയാം, ഇതൊരു സെറേറ്റഡ് നൈഫാണ്. ഇതും 8 ഇഞ്ചിൻ്റെ ഒരു സെറേറ്റഡ് നൈഫാണ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിനെ കട്ട് ചെയ്യുക, ബ്രെഡ്സ്, കേക്ക്. സാധാരണ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെഡ് കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്, അതിൽ എയർ ഉള്ള സാധനമാണ്. സോ ബേസിക്കലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ബ്രെഡിൻ്റെ കുക്കിംഗ് ഈസ് ഓൾ അബൌട്ട് ദ ഗെയിം വിത്ത് ഫുഡ് മെറ്റീരിയൽ ആൻഡ് എയർ. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറേറ്റഡ് ആയിട്ടുള്ള എഡ്ജസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ കട്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നൈഫ് കിറ്റിൽ ഇതിൻ്റെ ബാലൻസാണ്. ഈ ഒരു ബാലൻസ്, അതായത് ഈ ഹാൻഡിൽ ടു നൈഫിൻ്റെ ആ ഒരു എലിമെൻറ്റിലുള്ള ഒരു ബാലൻസ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് സേഫായിട്ട് വെക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി അടുത്ത നൈഫിനെ പരിചയപ്പെടാം. സോ ഇതൊരു കാർവിങ് നൈഫാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നൈഫാണ് ആസ് ഫാർ ആസ് കിച്ചൺ ഇസ് കൺസേൺഡ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ തിക്നെസ്. അത് ഇപ്പം ഞാൻ ഈ കത്തിയെ വെച്ച് ഞാൻ എൻ്റെ ഒരു മെയിൻ ഷെഫ് നൈഫുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ചും കൂടി തിന്നാണ്. നമുക്ക് മീറ്റൊക്കെ കാർവ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇതിൽ. അപ്പം ഈ മെയിൻ ഷെഫ് നൈഫിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണ് ഈ കാർവിങ്ങിൻ്റെ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. വെജിറ്റബിൾസ് ആണെങ്കിലും ശരി, മീറ്റൊക്കെ ആണെങ്കിലും ശരി, ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈസിലി നാവിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് മീറ്റ് ആണെങ്കിലും ശരി, ബാക്കി എന്തെങ്കിലും നൈസായിട്ട് കാർവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു മൂർച്ച നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അകത്തോട്ട് പോയി പെനിട്രേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് നോക്കാം, എന്ത് മൂർച്ചയാണ് ഇതിന്, പെർഫെക്റ്റായിട്ട് കട്ടാവുന്നൊരു സംഗതിയാണ്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത നൈഫ്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് നൈഫാണ്. ഇത് പലർക്കും ഒരു ഷെഫ് നൈഫും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഒരുപാട് വലിയ ഷെഫ്സ് ലൈക്ക് ഷെഫ് ഗോർഡൻ റാംസേ അല്ലെങ്കിൽ ആൻ്റണി ബോർഡിനിങ് എന്നുവെച്ചാൽ ഫെറനൈറ്റൻ, ഇവരൊക്കെ വർക്ക് ചെയ്യാൻ നേരത്ത് ഡിഫറെൻറ്റ് സംഗതികൾക്ക് ഡിഫറെൻറ്റ് നൈഫ്സ് അവർ യൂസ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതൊരു സാന്തോക്കു നൈഫാണ്. ജാപ്പനീസ് നൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നൈഫാണ്. ഇത് ബേസിക്കലി സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ജപ്പാനിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു നൈഫാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓൾ പർപ്പസ് നൈഫാണ്. അതിൽ ആ എഡ്ജസ് നമുക്ക് കണ്ടാൽ അറിയാം, അതിൽ ചെറിയ ഒരു എയർ വാക്യൂംസ് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു ഷെഫ് നൈഫും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഷെഫ് നൈഫ് കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു നൈഫാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഷൻ, അതിൻ്റെ ഒരു സ്റ്റൈല് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതേമാതിരി സാന്തോക്കു നൈഫിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ കണ്ട ഒരുപാട് വലിയ ഷെഫുമാർ പ്രിഫർ ചെയ്യുന്ന ഇതാണ്. ഈ നൈഫിൽ ഇങ്ങനെ ഈ ഹോൾസ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ, അത് ബേസിക്കലി എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കട്ട് ചെയ്യാൻ നേരത്ത് ഈ ഒരു മോഷനിൽ കട്ട് ചെയ്യുന്ന സാധനം ഇവിടെ കുടുങ്ങും, ഈ ഭാഗത്ത് കുടുങ്ങും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉള്ളപ്പം ആ കുടുങ്ങൽ മാത്രം നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു എ പ്രോപ്പർ ഷെഫ് നൈഫ്. ഇത് രണ്ടും ഏകദേശം സിമിലറാണ്. ഇത് ബേസിക്കലി ഇത് രണ്ടും ഷെഫ് നൈഫ്സ് ആണ്, പക്ഷേ ഓരോന്നിൻ്റെ ഓരോ പർപ്പസാണ്. അപ്പോൾ ഒരു കംഫർട്ട് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യണം. അടുത്ത നൈഫാണ് ഈ നൈഫ് എന്ന് പറയുന്നത്. ബേസിക്കലി ചൈനീസ് കുക്കിങ്ങിൽ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു നൈഫാണ്. അപ്പോൾ ഇതൊരു ക്ലീവർ നൈഫാണ്. ഇത് ബേസിക്കലി ഒരു ചൈനീസ് സ്റ്റൈലിലോട്ട് വരാൻ നേരത്ത് അതൊരു ചോപ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ അതിൻ്റെ ഒരു ചെറിയ വെർഷനാണ്. ചോപ്പർ കുറച്ചും കൂടി തിക്കായിരിക്കും, കുറച്ചും കൂടി അതിന് വീതിയും ഇതും കട്ടിങ് കാണും. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ, ക്യാബേജ്
അങ്ങനെയുള്ള ചൈനീസ് ക്യാബേജ്, ലെറ്റ്യൂസ്, ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഹൈറ്റിൽ വെച്ച് കട്ട് ചെയ്യുന്ന സാധനങ്ങൾ പ്രിസൈസായിട്ട് കട്ടാവും, സ്ട്രിപ്സായിട്ട് പ്രോപ്പറായിട്ട് കട്ടായി വരും. അപ്പോൾ അതിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നൈഫാണിത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നൈഫാണ് ആസ് ഫാർ ആസ് ചൈനീസ് കുക്കിംഗ് ഈസ് കൺസേൺ. അതിന് തന്നെ ഒരു ബ്യൂട്ടി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എല്ലാ നൈഫിലും ഉള്ളൊരു പ്രത്യേകത, നമ്മളെപ്പോഴും നൈഫ് പിടിക്കുമ്പോൾ ഹാൻഡിൽ മാത്രമല്ല പിടിക്കേണ്ടത്. നമ്മൾ നൈഫ് നാവിഗേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ എൻഡിലൊന്ന് പിടിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പിടിക്കാൻ കംഫർട്ടബിൾ ആയിരിക്കും, ആ ഗ്രിപ്പ് കിട്ടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ ബ്യൂട്ടിഫുൾ. ഇതൊരു ബോണിങ് നൈഫാണ്. ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം, അത് ഈസി ആയിട്ട് നമുക്ക് കാർക്കസിലൊക്കെ പെനിട്രേറ്റ് ചെയ്ത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു നൈഫാണ്. ഇതൊരു കാർക്കസ് തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൂടെ നമുക്ക് കയറി പെനിട്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ബോൺ ചെയ്തെടുക്കാം. അത് ഓക്കെ ഗൈസ്, പിന്നെ നെക്സ്റ്റ് ഒരു നൈഫുണ്ട്. ഇതും അഗെയിൻ ഒരു സാന്തോക്കു നൈഫാണ്. ഇത് പക്ഷേ ഒരു ചെറിയ വെർഷനാണ്. സാന്തോക്കു നൈഫ് മെയിൻ നൈഫ് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വെർഷൻ, ഒരു പെയറിങ് നൈഫ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെച്ച് വെളുത്തുള്ളി പൊളിക്കാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് സാന്തോക്കു നൈഫിൻ്റെ കൂട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ചെറിയൊരു നൈഫാണ്. അപ്പം സെയിം ഒരു ചെറിയ പെയറിങ് നൈഫ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുക, ചോപ്പ് ചെയ്യുക, അങ്ങനെയാണ് പീൽ ചെയ്യുക, ഓണിയൻ പീലിങ്, ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇതും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു നൈഫാണ്. ദിസ് അഗെയിൻ ഇസ് എ പെയറിങ് നൈഫ്. ഇതും ഭയങ്കര കാർവിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിനിഷിങ്, ഫൈനലൈസിങ്, ചെറിയ ചെറിയ കട്ട്സ്, അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇത് അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ സംഗതികളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നൈഫാണ്. ഇതും അത്യാവശ്യം അടിപൊളി ഷാർപ്പാണ്. എല്ലാ നൈഫ്സും ഇവിടെ കണ്ടത് ആബ്സല്യൂട്ട്ലി ഷാർപ്പാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞേക്കാം ഇത് പുതിയ നൈഫല്ലേ, പിന്നെ ഷാർപ്പല്ല, അതെന്താ, ഡെഫിനറ്റ്ലി. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഇതെടുത്തത്. ഒന്ന്, ഇതിൻ്റെ മറ്റീരിയൽ, ഈ മറ്റീരിയൽ എന്ന് പറയുന്നത് ഡെമാസ്കസ് സ്റ്റീലാണ്. വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് സ്റ്റീൽസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഹോളിവുഡിലെ ഒരുപാട് ഏജ് മൂവീസിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഗതിയാണ് ഡെമാസ്കസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഈ സംഗതി ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ട് പോയത്. ഇന്ത്യയിൽ ആയിരുന്നു ഇത്, ഈ മെറ്റലർജിക്ക് നമ്മൾ ഭയങ്കര പോപ്പുലറായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മുടെ പണ്ടത്തെ ആൾക്കാർ, ഈ മെറ്റലർജി വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു മെത്തേഡുണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മെത്തേഡ് ഈ ട്രേഡേഴ്സ് ഫ്രം അറേബ്യ, അവിടെ നിന്നുള്ള ട്രേഡേഴ്സൊക്കെ വന്ന് നമ്മുടെ ഇതൊക്കെ ഒന്ന് പഠിച്ച് അങ്ങനെ വെസ്റ്റിലോട്ട് കൊണ്ടുപോയി അവിടെ ഡെമാസ്കസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അതിനെ അവർ പിന്നെയും റീഇൻവെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എങ്ങനെയാണ് മാലറ്റ് ചെയ്തിട്ട് കുറേ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനെ നന്നായിട്ട് ചൂടാക്കിയിട്ട് അടിച്ചടിച്ച് ഒറ്റ ഇതിൽ സൂപ്പർബായിട്ട് ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒറ്റ പ്രാവശ്യം മേടിച്ചാൽ മതി. ദീസ് ആർ ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ്. ഇപ്പം ചില ജാപ്പനീസ് നൈഫൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ എന്ന് വെച്ചാൽ അവർ പറയുന്ന സംഗതി എന്താണെന്ന് പറയുക, അവരുടെ ലൈഫ് ടൈം വാറൻറ്റി എന്ന് പറഞ്ഞ സംഗതിയാണ്. അതായത് എങ്ങനെ അത് അഥവാ മോശമായി പോയി കഴിഞ്ഞാൽ, ഈ വാറൻറ്റിയൊക്കെ നിങ്ങൾ കണ്ടുകാണല്ലോ, 2 വർഷം 3 വർഷമൊക്കെയുള്ള വാറൻറ്റി എന്ന് പറഞ്ഞ കുറേ പ്രോഡക്ട്സുകളൊക്കെ ഇറക്കത്തില്ലേ. ഇമാതിരി നൈഫൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലൈഫിൽ എപ്പോൾ അത് കേടായോ അവർ റീപ്ലേസ് ചെയ്ത് തരും, അങ്ങനത്തെ സംഗതിയാണ്. സോ ദീസ് ആർ ലൈക്ക് പ്രോഡക്ട്സ് ഇൻ ദാറ്റ് റേഞ്ച്. ഇതാണ് നമ്മുടെ 8 നൈഫിൻ്റെ അമേസിങ് ആയിട്ടുള്ളൊരു കിറ്റ്. എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതിനെ ഒന്ന് സെറ്റാക്കി സോഴ്സ് ചെയ്യുക. കിട്ടുന്ന നൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇത്ര തിന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും, തിൻ ടൊമാറ്റോ സ്ലൈസസ്, തിൻ, ഒരു വരയിൽ എത്ര പ്രിസൈസായിട്ട് കിട്ടുന്നു. ചെക്ക് ദിസ് ഔട്ട് ഗൈസ്, ഹൗ തിൻ ഇറ്റ് ഈസ്. ഐ ഹോപ്പ് യു ലൈക്ഡ് നമ്മുടെ ഈ നൈഫിൻ്റെ കിറ്റിൻ്റെ ഒരു കാര്യം. ഞാനൊരു കാര്യം ചെയ്തേക്കാം, ഈ നൈഫിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇതിൻ്റെ ആമസോൺ ലിങ്ക്, അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അത് മേടിക്കാം. പ്രൈസ് പോയിൻ്റ് എന്ന് പറയുന്നത്
പ്രൈസ് പോയിന്റ് കുറച്ച് ഒരു സാധാ നൈഫ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന നൈഫ് കിറ്റിനെക്കാട്ടിലും ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണിത്. ഇതിൽ ഞാൻ പറഞ്ഞില്ല പ്രത്യേകതകൾ. ഒന്ന് ഡെമാസ്കസ് സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട്, നൈഫ് മേക്കിങ്ങിൽ തന്നെ ഒരു ക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. സോ ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 9,500 ആണ്. ഇഫ് യു ആസ്ക് മീ അഫോർഡബിൾ ആണ്. ഈ സാധാരണ ചില ജാപ്പനീസ് നൈഫൊക്കെ 30,000-40,000 ഒരു നൈഫ് കിട്ടും. പക്ഷെ അതിൻ്റെയൊക്കെ വേറെ ലെവൽ ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ ദിസ് ഇസ് സംതിങ് ദാറ്റ് ലൈക്ക് ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ഫുഡ്, എസ്പെഷ്യലി എനിക്കിത് പറയാൻ ആഗ്രഹമുള്ളത് ആസ്പയറിങ് ആയിട്ടുള്ള ഷെഫ്സും അങ്ങനെയുള്ള ആൾക്കാർ, ഇത് തന്നെ മേടിച്ചാലേ കാര്യങ്ങൾ നടക്കൂ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ് ആൻഡ് ഇഫ് യു ആർ റെഡി ടു ബി റിയലി സീരിയസ് അബൌട്ട് യുവർ പ്രൊഫഷൻ, അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഗോ ഫോർ സംതിങ് ലൈക്ക് ദിസ്. വളരെ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിനെ സൂക്ഷിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെ എങ്ങനെ ലോങ് റൺ, ഇത് ഡമാസ്കസ് സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകത, അത് റസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി അതിൽ പിടിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ഫുഡ് പ്രിപ്പറേഷനിലും കുറേ എലിമെൻറ്റ്സ് ഉണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ SS-ൻ്റെ വെസൽസിൽ നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് അതിൻ്റെ എന്ത് ചെയ്താലും അതിൻ്റേതായ ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഫുഡിലോട്ട് പോകും. അതേമാതിരി നൈഫ് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റീരിയൽ പണ്ടൊക്കെ ഈ അലുമിനിയമും അങ്ങനെയുള്ള, പക്ഷേ അതിൻ്റെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. അത് ബേസിക്കലി സിട്രസ് ആയിട്ടുള്ള, എസ്പെഷ്യലി ഈ പറഞ്ഞ മാതിരി നമ്മുടെ ടൊമാറ്റോ മാതിരിയുള്ള സംഗതികളുടെയൊക്കെ അത് റിയാക്ട് ചെയ്യും. ആ മെറ്റൽസൊക്കെ റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഏറ്റവും കുറവ് റിയാക്ട് ചെയ്യുന്ന സംഗതികളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് അഥവാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ് ആൻഡ് അത് നമ്മളൊന്ന് അറിയിക്കുക, ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേമാതിരി ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ഷെഫുമാരോ അല്ലെങ്കിൽ ആസ്പയറിങ് ഷെഫുമാർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും, ബേസിക് നൈഫ് സ്കിൽസിനെ കുറിച്ചൊക്കെ. പിന്നെ അത് മാത്രമല്ല ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഇതിൽ കുറേ വേറെ കാര്യങ്ങളുണ്ട്, നൈഫിൻ്റെ കട്ടിങ് സ്കിൽസ്, പിന്നെ അത് മാത്രമല്ല വേറെ കുറേ സ്കിൽസ്, അതെങ്ങനെ മാനേജ് ചെയ്യണം, ഓരോ സംഗതികൾ എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ എനിക്ക് ഡീറ്റെയിലിൽ വീഡിയോസ് ചെയ്ത് തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. I hope you guys liked it and I'm so excited about the kit. So see you guys soon. This is Subin signing out. Bye.